തന്നെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞിട്ട് വന്ന് അത് ആ സിനിമ കണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നവർക്ക് കുറച്ചും കൂടി നിലവാരം കൂടിയ രീതിയിൽ തന്നെയാണ് ബാഹുലും രഞ്ജിത്തും ഈ പടം ഒരുക്കി വെച്ചേക്കുന്നത്. കാണുന്ന ഒരു സിനിമ ഓഡിയൻ, വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു സിനിമ ഓഡിയൻ ഒരിക്കലും നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള ഗംഭീര പ്രകടനങ്ങളും ഗംഭീര ടെക്നിക്കൽ ക്വാളിറ്റിയാണ് ഇതിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, സന്ദീപ് ഇത്രയും നാൾ പോയ ഒരു ഗ്രാഫ് സന്ദീപിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാലിമി ആയിക്കോട്ടെ, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പടക്കളം ആയിക്കോട്ടെ, എല്ലാ പടങ്ങളിൽ നിന്നും ഈ പടത്തിൽ എന്താ പറയുക, സന്ദീപിന് കിട്ടിയ ഒരു പൊൻതൂവൽ, ഒരു മെഡൽ തന്നെ ഈ പടത്തിൽ തന്നെ ഉണ്ട്. ഗംഭീര പെർഫോമൻസ് ആണ് സന്ദീപ്. അതുപോലെ തന്നെ നരയൻ ചേട്ടൻ, അതുപോലെ വിനീത് ചേട്ടൻ, ബിനു പപ്പു ചേട്ടൻ, അങ്ങനെ ഇതിൽ അഭിനയിച്ച എല്ലാവരും, ഈച്ച് ആൻഡ് എവറിത്തിങ്. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന മലേഷ്യയിൽ നിന്നും അതുപോലെ തന്നെ മണിപ്പൂരിൽ നിന്നും ഒക്കെയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് എന്ന് തന്നെ അവരെ വിളിക്കാം. അവരൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഒപ്പം നമ്മൾ ഏറ്റവും പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മളോടൊപ്പം എപ്പോഴും ഉള്ള നായ്ക്കുട്ടികൾ, അവർ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ആ ഒരു ഇത് സംഭവങ്ങൾക്കൊക്കെ അവരെയൊക്കെ ഗൈഡ് ചെയ്ത് ഈ രീതിയിലേക്ക് എടുത്തതിനാൽ ബ്രില്യൻ്റ് ആണ്. ഒപ്പം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് പ്രകൃതിയാണ്. എപ്പോഴും നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കും. ഈ സിനിമ കാണുമ്പോൾ ഒരു വിഷ്വൽ ബ്യൂട്ടിനെസ്സും കൂടി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പടം തന്നെയാണ് പ്രേക്ഷകന് വേണ്ടി ഈ ടീം സമ്മാനിച്ചിരിക്കുന്നത്. ഒക്കെ എന്തായാലും ഒരു ദൃശ്യ മികവ് തന്നെയായിരിക്കും. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയാണ് എക്കോ. താങ്ക് യു.